വിസ്മയം എന്ന വാക്ക് തന്നെ നോക്കുക. നവരസങ്ങളിലൊന്നായ അത്ഭുതത്തിൻ്റെ സ്ഥായീഭാവമെന്നോ ആശ്ചര്യമെന്നോ അർത്ഥം പറയാവുന്ന വാക്ക്. എന്നാൽ വിസ്മയം സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരാണെങ്കിൽ വിസ്മയിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോ നേതാവോ മറുകണ്ഠം ചാടാൻ പോകുന്നതിൻ്റെ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്ന വാക്കായി കരുതുകയേ വേണ്ടൂ. ഒറ്റപ്പെട്ട എന്ന് പറയുന്നത് മന്ത്രിയാണെങ്കിൽ അത് തീർച്ചയായും ഒറ്റപ്പെട്ടതില്ലെന്ന് കരുതാം. സമാന സ്വഭാവമുള്ള ഓരോ സംഭവത്തെയും വെവ്വേറെ കാണാനേ ബഹുമന്ത്രിക്ക് കഴിയൂ. അർത്ഥപരിണാമ പ്രക്രിയയിൽ ഏറെ മാനഭംഗം നേരിട്ട വാക്കാണല്ലോ പീഡനം. പുതിയ അർത്ഥത്തിനാണ് വ്യാപകമായ അംഗീകാരം എന്ന് വന്നതോടെ പഴയ അർത്ഥം ദ്യോതിപ്പിക്കാൻ സമർത്ഥമായ വാക്ക് വേറെ കണ്ടെത്തേണ്ട സ്ഥിതിയിലാണ്. പുതിയ അർത്ഥത്തിലുള്ള പീഡനത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നതിന് തീവ്രത എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ റിക്ടർ സ്കെയിലിനെ ആശ്രയിക്കുന്ന ഭൗമശാസ്ത്രജ്ഞർക്ക് ഭൂചലനത്തിൻ്റെ അളവെടുക്കാൻ ഇനി വാക്ക് വേറെ വേണം.